ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ദേവി സ്തുതിയാണ് കാളി നാടകം. കാളി നാടകത്തിൽ തൃപ്പദത്താരിണ കപ്പലല്ലാതെ മറ്റൊരാലംബനം എനിക്കില്ല എന്ന് ഒരു ഭക്തൻ്റെ ഒരു സമർപ്പണം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാളി നാടകത്തിൽ അത് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തൊഴുക്കായിട്ട് വാക്കുകളിങ്ങനെ കുത്തി ഒഴുകി പോവുകയാണ്. ഒരുപാട് തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് യുദ്ധം നടക്കുന്ന ഒരു പ്രതീതിയൊക്കെ നമുക്കതിനകത്ത് കാണാം. അവിടെ നമ്മളുടെ ആന്തരികമായിട്ട് നടക്കുന്ന ആസുരീ സമ്പത്തും ദൈവീ സമ്പത്തും തമ്മിലുള്ള ഒരു യുദ്ധം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് വെളിയിൽ കാണുന്നതിന് പകരം നമ്മളുടെ അകത്ത് തന്നെ നമ്മളതിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയാണ് ആ അന്വേഷകൻ പറയുന്നത്, അമ്മയുടെ ആ പാദ പത്മമല്ലാതെ അതൊരു കപ്പലായിട്ടാണ്. കാരണം ഈ സമുദ്രം ഗുരു ദൈവദശകത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. സംസാര സമുദ്രം അത് നമ്മുടെ ആധ്യാത്മിക ലോകത്ത് വളരെ പ്രസിദ്ധവുമാണ്. ഈ സമുദ്രത്തിൽ, കടലിൽ ഇല്ലാത്ത ജീവികളൊന്നുമില്ല. അതേപോലെ തന്നെ ഈ കടലിൽ ഭയങ്കരമായിട്ടുള്ള ആഴവും അതേപോലെ തന്നെ അതിൽ ചുഴിയും ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ചാടുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ടുള്ള ലോകത്ത് സഞ്ചരിക്കുന്നവരൊക്കെ ഈ സംസാരത്തെ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ലൗകിക ജീവിതത്തെ ഒരു സമുദ്രമായിട്ടാണ്, സംസാര സമുദ്രം എന്നതിന് പറയുന്നത്. അപ്പോൾ ഈ സംസാര സമുദ്രത്തിൽ നമുക്ക് അക്കരെ പോകാനായിട്ട് തൃപ്പദ താരിണ കപ്പലല്ലാതെ അമ്മയുടെ ആ പാദം അതൊരു കപ്പലായിട്ടാണ്, പാദപത്മം. ആ കപ്പലിൽ, കാരണം ഈ പാദപത്മങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. മായ അതിശക്തമാണ്. ഈ മായയിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ അത്രമാത്രം ശ്രദ്ധ നമുക്കുണ്ടാകണം, ആ സമർപ്പണം നമുക്കുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ ഉപാസന ചെയ്യുന്ന നമ്മൾ ഏത് ദേവതയിലാണോ നമ്മൾ ശരണം പ്രാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സാക്ഷാത്കാരം നേടിയ ഗുരുവിൽ നമ്മൾ ശരണം പ്രാപിച്ചിട്ടുള്ളത്, അത് 100% സമർപ്പണ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വേറൊരു ആശ്രയം ഇല്ല എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഭക്തി അതിൻ്റെ ആഴങ്ങളിലേക്ക് ആ വ്യക്തി മുന്നോട്ട് പോകുക. പലപ്പോഴും ആ ഒരു സമർപ്പണ ബുദ്ധി ഉപാസന ചെയ്യുന്ന ആളുകളിൽ കാണാനില്ല. അല്ലെങ്കിൽ സാധാരണ ഭക്തരായിട്ട് നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് എല്ലാ സ്ഥലത്തും ഭക്തി ഉണ്ടാവും, എല്ലാ ദേവതകളോടും ഭക്തി ഉണ്ടാവും. ഏതെങ്കിലും ഒന്നിൽ മാത്രം നിർത്തുവാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന്, ചെറുപ്പം മുതൽ ശീലിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, അവർക്ക് പല പല ദേവതകളെ ഉപാസിച്ച് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തി ഒക്കെ ഒരു ശീലമുള്ളത് കൊണ്ട്
ഇനി ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ കോപപ്പെടുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് ഈ ഭയം കൊണ്ട് തന്നെ പലപ്പോഴും ഈ എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. 99% അങ്ങനെ തന്നെയാണ്. പക്ഷേ ഭക്തിയിലും വേദാന്തത്തിലുമൊക്കെ അവർ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല പല സ്ഥലങ്ങളിൽ കിണർ കുത്തി കഴിഞ്ഞാൽ പറ്റില്ല. ഒരു സ്ഥലത്ത് തന്നെ ആഴത്തിലേക്ക് നമ്മൾ കിണർ കുഴിക്കണം. കുറച്ച് ദൂരം കുഴിച്ചു കഴിയുമ്പോൾ ജലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലത്ത് കുഴിക്കാൻ പോകരുത്. അത് നമ്മൾ പരമാവധി ആഴത്തിലേക്ക് പോകണം. അപ്പോഴാണ് നമുക്ക് ജലം ലഭിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉപാസന കൃത്യമായിട്ടും ആ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിൽ നമ്മൾ നടത്തുമ്പോൾ നമ്മൾക്ക് ആ ഉയർന്ന തലത്തിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിപ്പെടുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സമർപ്പണം ഉണ്ടാകണമെങ്കിൽ ഈ നമ്മൾ ആരെയാണോ ഉപാസിക്കുന്നത് ആ ഉപാസന ദേവതയുടെ പാദപത്മങ്ങളിൽ പരിപൂർണമായിട്ടുള്ള ആശ്രയം, സമർപ്പണം, അത് മാത്രമാണ് വഴി. അങ്ങനൊരു സമർപ്പണം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ദേവത തന്നെ നമ്മളെ രക്ഷിക്കുമെന്നാണ് ഇതുവരെയും കണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. എവിടെയാണോ നമുക്ക് അത്യാവശ്യം വരുന്നത് ആ സ്ഥലത്ത് ആ ദേവത തന്നെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നൽകി ഇരിക്കും. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.